ബിക്കോസ് നമ്മൾ വൈറസ് കണ്ടിട്ട് സെയിം അതുപോലത്തെ ഒരു പടം തന്നെയാണ് ചെയ്യുന്നത്. ബിക്കോസ് റിയൽ ലൈഫ് ഇൻസിഡൻസ് തന്നെയാണല്ലോ, നമുക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. മസ്റ്റ് വാച്ച്. അടിപൊളിയാണ്. എന്താണ് എടുത്ത് പറയാനുള്ളത്? എന്താണ് എല്ലാവരെയും പെർഫോമൻസ് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. വെള്ളപ്പൊക്കമൊക്കെ അവർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി പടമാണ്. എല്ലാവരും വന്ന് കാണും. പെർഫോമൻസ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ടോവിനോ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർ എല്ലാവരും ചെറിയ ചെറിയ റോളാണെങ്കിലും എല്ലാവർക്കും നല്ല ഇമ്പാക്റ്റ് ഉള്ള റോളുകളാണ്. VFX എങ്ങനെയുണ്ട്? അത് നൈസാണ്. ഞാൻ അതാ പറഞ്ഞ മറ്റേ വെള്ളപ്പൊക്കത്തിൻ്റെ ഒക്കെ വിഷ്വൽസ് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. വെള്ളപ്പൊക്കമാണെന്ന് തോന്നുന്ന രീതിയിലുള്ള വിഷ്വൽസ്. ഫുൾ ഗൂസ് ബംസ് ഒന്നുമില്ല. തുടക്കം തൊട്ട് ആദ്യത്തെ കടലിലെ VFX തൊട്ട് ലാസ്റ്റ് വരെ ഗൂസ് ബംസ്. പിന്നെ എടുത്തു പറയേണ്ടത് ടൊവിനോ. എൻ്റെ അമ്മ മാരക അഭിനയിച്ചങ്ങ് തകർത്ത്. ലാസ്റ്റൊക്കെ ഇത് ഒരു ഞാൻ സ്ഫടികം റിലീസിന് ശേഷം കരയുന്നത് ഇന്ന് ആദ്യമാണ്. കരഞ്ഞെന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ നിറഞ്ഞു പോയി. ഒന്നാമത്തെ കാര്യം സിനിമയുടെ മേക്കിങ്, അതിലൊന്ന് കരഞ്ഞ്. പിന്നെ ആൾക്കാരെല്ലാം അഭിനയിച്ചങ്ങ് തകർത്തു. നരേനും ലാൽ സാറും എല്ലാവരും പൊളിച്ചടിക്കും. അടിപൊളി പടം. നല്ല പടം. എടുത്തു പറയാന്ന് വെച്ചാൽ ഇപ്പം നമ്മളെ പോസ്റ്ററിലുണ്ടല്ലോ എവരി വൺ ഈസ് ഹീറോ, അതാണ് കണ്ടന്റ്. എല്ലാവരും ഈച്ച് ആൻഡ് എവരി വൺ ക്യാരക്ടറിന് അതിൻ്റേതായ റോളുണ്ട്. നല്ലപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പെർഫോമൻസ് നല്ല പെർഫോമൻസാണ്, നല്ല എക്സ്പീരിയൻസ് ആണ്. നല്ല കണ്ടിരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ടൈം പീരീഡിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ നല്ലപോലെ അവർ എടുത്തിട്ടുണ്ട്. നമുക്ക് നല്ലപോലെ VFXൻ്റെ അങ്ങനെ കൊള്ളാം. നല്ല രീതിയാണ്. 2018 ആ ഒരു ഭീകരാവസ്ഥ അതേപോലെ തന്നെ ക്യാമറയിലേക്ക് എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാ ചെറുപ്പക്കാരുടെ ഒരാളൊക്കെ ഇവിടെ എന്തായാലും വന്നിട്ടുണ്ട്. നല്ല ഫിലിം. 2018 കണ്ടേ ഒരുപാട് പേരെടുത്ത് പറഞ്ഞു. നല്ല സിനിമയാണ്. നമ്മൾ വലിയ പ്രതീക്ഷയൊന്നും ഇല്ലാതെയാണ് പടം കണ്ടത്. എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു എപ്പിക് പ്രതീക്ഷ തരാനുള്ളൊരു ഫാക്ടർ എനിക്ക് തോന്നിയിട്ടില്ല. റിയൽ ഇൻസിഡൻസ് ആകുമ്പോൾ നമ്മുടെ വൈറസ്, ആഷി കപൂറിൻ്റെ വൈറസ് പോലെയൊക്കെ വരും എന്നൊരു പ്രതീക്ഷയിലാണ് പോയത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് മേളിൽ വന്നൊരു സിനിമയാണ് 2018. എല്ലാ ആക്ടേഴ്സിനും ഓഫ് കോഴ്സ് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. പിന്നെ വൈറസിലും ചാക്കോച്ചനും അതേപോലെ ടൊവിനോയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സിമിലാരിറ്റി വരുമോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനൊക്കെ വരും. ഒരിക്കലും അല്ല. എല്ലാ തരത്തിലും നമ്മളെ എൻജോയ് ചെയ്യിക്കുന്ന, ഇമോഷണലി കണക്ട് ചെയ്യിക്കുന്ന ഭയങ്കര നല്ലൊരു പടമാണ് 2018. സിനിമാറ്റോഗ്രഫി ആണെങ്കിലും VFX ആണെങ്കിലും ഒരിടത്തും എനിക്ക് പേഴ്സണലി മോശമായിട്ട് ഒരിടത്തും തോന്നിയില്ല. മ്യൂസിക് ആണെങ്കിലും അതിൻ്റെ രീതിയിൽ തന്നെ കൃത്യമായിട്ട് പോയിട്ടുണ്ട്. കറക്റ്റ് 2.5 മണിക്കൂറാണ് പടം. നല്ല രീതിയിൽ അവസാനം കൊണ്ട് എൻഡ് ചെയ്യിച്ചിട്ടുണ്ട്. പടം തീരുമ്പോൾ നമ്മൾ ഒരുപാട് ഇമോഷണലി കണക്റ്റ് ആവും, ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നല്ല സിനിമ, എല്ലാവരും കാണാൻ ശ്രമിക്കുക. താങ്ക് യു. നല്ല പടം. അത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടമാണ്. നന്നായിട്ടുണ്ട്. ജൂഡ് ആൻ്റണിയുടെ ഡയറക്ഷൻ മികവെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലെന്ന് ഒരു രക്ഷയില്ല. നല്ല ഇമോഷണലി പടമാണ്. കണ്ണ് നനയാതെ ആരും ഇറങ്ങി വരുമില്ല, അങ്ങനത്തെ രീതിയിലുള്ള പടമാണ്. അന്ന് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ SMV സ്കൂളിലുണ്ടായിരുന്നു, പത്തനംതിട്ടയിലുണ്ടായിരുന്നു. അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന പടമായതുകൊണ്ട് നല്ല വിഷമം വരുന്നത്. ടോവിനോയുടെ മാത്രം പെർഫോമൻസ് അല്ല, അതിലെല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ആർട്ടവർക്ക് ഒരു രക്ഷയില്ലാത്ത പടം. നിങ്ങൾ തിയേറ്ററിൽ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലാതെ വീട്ടിൽ ഇരുന്ന് കാണാതിരിക്കുന്നതാണ് നല്ലത്. അടിപൊളി പടം. അത് മാർക്കറ്റിംഗ് ചെയ്യാത്ത ഭയങ്കര മോശമായി പോയി. നല്ല അടിപൊളി സബ്ജക്റ്റ് ആയിരുന്നു. പാൻ ഇന്ത്യ ലെവലിൽ പോകാൻ പറ്റുന്നൊരു പടമായിരുന്നു. കാരണം അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല പടം. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററാണ്. തിയേറ്ററിൽ കണ്ടാൽ മാത്രമേ ഇഷ്ടപ്പെടുള്ളൂ. കാരണം ഇത് ഒരുപാട് നൈറ്റ് ഷോട്ട്, പിന്നെ ഡോൾബിക്ക് ഒരുപാട് ഇതുള്ളതാണ്. തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കും. മലയാളിയാണെങ്കിൽ 101% 2018 എന്നുള്ള സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഇത് എന്ന് പറയുമ്പോൾ പ്രളയമാണെന്ന് എല്ലാവർക്കും അറിയാം. പ്രളയത്തിൽ സംഭവിച്ച നാശനഷ്ടങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ അല്ല ഈ പടം. ഈ പടം കണ്ടിറങ്ങുമ്പോൾ നമ്മുടെ കണ്ണ് നിറയാത്ത ആരെങ്കിലും ഈ പടം കണ്ടിട്ട് കണ്ണൊന്നും നനയാത്ത, അല്ലെങ്കിൽ ഒരു രോമാൻറ്റിഫിക്കേഷൻ വരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പൈസ ഞാൻ തിരിക്കുന്നു. കാരണം അത്രയ്ക്കും ഗംഭീര മേക്കിംഗ് ആണ്. ജൂഡ് ആൻ്റണി ജോസഫ്, പിന്നെ ഓരോരോ ആക്ടേഴ്സ് എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ രക്ഷാപ്രവർത്തന എയർപോർട്ടർക്ക് പ്രത്യേകിച്ച് ഒരു ഗൂസ് ബംസ് ആയിരിക്കും. ഏർപ്പെടണമെന്നില്ല. നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയ രീതിയിൽ നമ്മളൊക്കെ എല്ലാവരും ഇൻവോൾവ് ആവാത്ത മലയാളികളാരും. നമുക്ക് ആസ് എ മലയാളി നമുക്കൊരു അഭിമാനം തോന്നുന്ന പല മൊമെൻറ്റ്സും ഉണ്ട്. ഇത് കാണുമ്പോൾ ചില സീക്വൻസുകളൊക്കെ ഉണ്ടല്ലോ മലയാള സിനിമയിൽ, അങ്ങനെയുള്ള സെറ്റ് കാണണം നിങ്ങൾ ഈ സിനിമ. അതാണ് ഏറ്റവും ഗംഭീര സെറ്റ്. ഹെലികോപ്റ്റർ സീക്വൻസ് ഉണ്ട്. കണ്ടായിരുന്നു പടം? കണ്ടായിരുന്നു. ഗംഭീരം. ഞാനിപ്പോൾ റിവ്യൂ വിളിച്ച് വെച്ചേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഫസ്റ്റ് അവനെ വിളിച്ചിട്ട് അവനെ കണ്ടൊന്ന് കെട്ടിപ്പിടിക്കണമെന്ന് തോന്നിപ്പോയി. ആ കഥാപാത്രം അത്രത്തോളം എഫേർട്ട് എടുത്ത് ചെയ്തൊരു ഭയങ്കരമായിട്ട് എഫേർട്ട്. എല്ലാവരും ഒരുപാട് ആ വയ്ക്കത്താണ് സെറ്റ് ഇട്ടിരിക്കുന്നത്. ആ റീക്രിയേറ്റ് ചെയ്യണം പ്രളയം. അത് നോട്ട് ദാറ്റ് ഈസി. അപ്പോൾ അങ്ങനെ ഒരു പടത്തിൻ്റെ ഭാഗമാക്കാവാൻ കഴിഞ്ഞതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ആസ് എ മലയാളി നമ്മൾ ഈ പടം കണ്ടിരിക്കണം. ആസ് എൻ ഇന്ത്യൻ നമ്മൾ ഈ പടം കണ്ടിരിക്കണം. വേറൊന്നുമല്ല,
അത്രയ്ക്ക് ആസ് എ പടം വയസ്സ് ടെക്നിക്കൽ വയസ്സായാലും എഡിറ്റിംഗ് വയസ്സായാലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും തിരക്കഥ വയസ്സാണെങ്കിലും BGM ഗംഭീരമായിട്ടുണ്ട്. എല്ലാം കൊണ്ടും ആക്ടേഴ്സും എല്ലാവരും കറക്റ്റ് കാസ്റ്റിംഗാണ്. ഗംഭീര പടമാണ്. നല്ല പടം തന്നെയായിരുന്നു. VFX വൈസും ഡയറക്ഷൻ വൈസ് സ്ക്രിപ്റ്റിനെക്കാട്ടിലും VFX ഡയറക്ഷനൊക്കെ വൈസ് പക്ക നല്ല ജൂഡ് ആൻ്റണിയുടെ കരിയർ ബെസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു അങ്ങനെ പറയാം. ഭയങ്കര ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ട് എന്താണ് തിയേറ്ററിലെ അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ അത് നേരിട്ട് അനുഭവിക്കണ പോലെ തന്നെ ഒരു എടുക്കാൻ പറ്റുന്ന ഒരു വൈബ്. അങ്ങനെ കുറച്ച് ചുരുക്കം പടങ്ങളൊക്കെ വരുള്ളൂ അങ്ങനെ ഒരു അനുഭവമൊക്കെ. പിന്നെ തന്നെ മലയാളത്തിൽ സർവൈവിംഗ് ത്രില്ലറുകൾ അറിയാമല്ലോ വളരെ കുറവാണ്. ഇപ്പം തന്നെ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തേറ്റ് വൈറസ് മലയും കുന്നൊക്കെ ഇറങ്ങിയാൽ ഇടയ്ക്കൊരു മുഷിപ്പൊക്കെ നമുക്ക് തോന്നുന്നു വൈറസ് ഇറങ്ങാൻ. ഇതിനങ്ങനത്തെ ഒരു വെള്ളപൂശല ആ ഒരു കാര്യങ്ങളൊന്നുമില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ ആ ഒരു സമയത്ത് പ്രവർത്തിച്ച് എല്ലാവർക്കും അതിൻ്റേതായ രീതിയിൽ നല്ല റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് തന്നെ സിനിമ അവസാനിപ്പിക്കുന്നുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ എൻഗേജ്ഡ് ആയിട്ട് ഇരിപ്പിക്കുന്നുണ്ട്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസാണ്.